സ്റ്റുഡൻസ്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ബൈൻഡിങ്സിനെ പറ്റിയിട്ടാണ്. സോ ഇവിടെ വാട്ട് ബൈൻഡ്സ് എ ക്രിസ്റ്റൽ ടുഗദർ ദാറ്റ് വി ഹാവ് ടു സീ ഹിയർ. Usually it is the attractive electrostatic interaction between negative charges of electrons and positive charges of nuclei responsible for the cohesion of solids. ഇതിൽ പല ടൈപ്പ് സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എക്സ്ചേഞ്ച് എനർജി, വാൻഡർവാൾസ് ഫോഴ്സസ്, കോവലന്റ് ബോണ്ട്സ് ഒക്കെ ഇതിൽ വരുന്ന ഡിസ്റ്റിങ്ക്റ്റീവ് ടൈപ്സ് ആണ്. ആൻഡ് ദ difference in the distribution of the outermost electrons, the different forms of condensed matter is due to this one, that is the difference in the distribution of the outermost electrons and the ion cores. That is ഇതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, കണ്ടൻസ്ഡ് മാറ്റേഴ്സിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവുന്നത്. ഇതിൽ വരുന്ന ചില ടേംസ് നമുക്ക് നോക്കി നോക്കാം. അത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഹസീവ് എനർജിയാണ്. എനർജി ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദ ക്രിസ്റ്റൽ ടു സെപ്പറേറ്റ് ഇറ്റ്സ് കോമ്പണൻസ് ഇൻ ടു ന്യൂട്രൽ ഫ്രീ ആറ്റംസ് അറ്റ് റെസ്റ്റ്. അതിനാണ് നമ്മൾ കൊഹസീവ് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിസ്റ്റലിനെ കോമ്പണൻ്റായിട്ട് മാറ്റി ഫ്രീ ആറ്റംസ് ആയിട്ട് മാറ്റാൻ വേണ്ടുന്ന എനർജി, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എനർജിക്കാണ് നമ്മൾ കൊഹസീവ് എനർജി പറയുന്നത്. ആറ്റംസിന് എന്തായിരിക്കാം, വിത്ത് സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കണം. ഇനി നമ്മൾ ഈ അതിൻ്റെ ഒരു ടേബിൾ നിങ്ങൾ കിറ്റലിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനേർട്ട് ഗ്യാസിൻ്റെ ഇറ്റ് ഈസ് ഇനേർട്ട് ഗ്യാസ് എന്നാണ് ഇതേണ്ടത്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് മാറ്റിക്കൊടുക്കുക കേട്ടോ. ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റൽസിന് അത് കൊഹസീവ് എനർജി ഏറ്റവും കുറവായിരിക്കും. അതുപോലെ ട്രാൻസിഷൻ മെറ്റൽസിന് സ്ട്രോങ്ലി ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. അതായത് ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റൽ ഫോർമേഷനിൽ കൊഹസീവ് എനർജി തീരെ കുറവാന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി, ക്രിസ്റ്റൽസ് ബൈൻഡ് ചെയ്യാൻ വേണ്ടുന്ന എനർജി കുറവാണ്. അതുകൊണ്ട് അത് റിലീസ് ചെയ്യാനുള്ള എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷേ ട്രാൻസിഷൻ മെറ്റൽസിൽ എപ്പോഴും നല്ല ക്രിസ്റ്റൽസാണ് ഫോം ചെയ്യുന്നത്, സ്ട്രോങ്ലി ബൗണ്ട് ക്രിസ്റ്റൽസാണ് ഫോം ചെയ്യുന്നത്. സോ അത് ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ഒഴിവാകാനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എനർജി സപ്ലൈ ചെയ്യുന്നത് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ദെൻ ലാറ്റിസ് എനർജി എന്നുള്ള പറയുന്നതാണ്. ലാറ്റിസ് എനർജി യൂഷ്വലി ഡിഫൈൻ ഫോർ അയോണിക് ക്രിസ്റ്റൽസ് ആണ്. അയോണിക് ക്രിസ്റ്റൽസിൽ ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദ ക്രിസ്റ്റൽ ടു സെപ്പറേറ്റ് ഇറ്റ്സ് കോമ്പണൻറ്റ് അയോൺസ് ഇൻ ടു ഫ്രീ അയോൺസ് അറ്റ് റെസ്റ്റ് അറ്റ് ഇൻഫിനിറ്റ് സെപ്പറേഷൻ. അയോൺസിനെ ആയിട്ട് മാറ്റാനുള്ള എനർജിക്കാണ് എന്ത്, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. യൂഷ്വലി അയോണിക് ക്രിസ്റ്റൽസിനാണ് ആ ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഇനേർട്ട് ഗ്യാസ് നിങ്ങൾക്കറിയാം. നമ്മൾ യൂഷ്വലി ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ഫോർമേഷന് ഉള്ള സാധ്യത കുറവാണ്. പക്ഷേ ആ കേസിൽ ആ ഒരു ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റൽ ഫോർമേഷനെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ക്രിസ്റ്റൽസ് ഓഫ് ഇനേർട്ട് ഗ്യാസ്, ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ക്രിസ്റ്റൽസ് ആൻഡ് ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി ക്ലോസ് ടു ദാറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. നിങ്ങൾക്കറിയാം ഒക്ടേറ്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്താണ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അതേ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇനേർട്ട് ഗ്യാസ് വന്നു കഴിഞ്ഞാലും ഉണ്ടാവുക. ദെൻ ട്രാൻസ്പാരൻറ്റ് ഇൻസുലേറ്റേഴ്സാണ് മിക്കവാറും ഈ ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റൽസൊക്കെ. അതുപോലെ ദേ ആർ വീക്ക്ലി ബൗണ്ട് വിത്ത് ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ദ ആറ്റംസ് ഹാവ് വെരി ഹൈ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി വളരെ കൂടുതലും കൊഹസീവ് എനർജി വളരെ കുറവാണ്. ദെൻ ഔട്ടർ മോസ്റ്റ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽ. ദർഫോർ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ചാർജ് ഇൻ ഫ്രീ ആറ്റം ഈസ് സ്ഫെറിക്കലി സിമെട്രിക്. നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ അതിൽ ഡിസ്റ്റോർഷൻ വരാൻ ചാൻസ് കുറവാണ്. ദാറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് we can assume that the electronic distribution is a spherically symmetric distribution എന്ന് പറയാൻ പറ്റും. So not much energy is available to distort the free atom charge distribution. Therefore cohesive energy is only 1% or less that of the ionization energy. So in this case, inert gas crystals in the case, cohesive energy is only 1% or less than that of the ionization energy. So in order to distort the free electron charge distribution in the inert gas metal as that in the free atoms, not much energy is available, and a part of the distortion gives the Vanderwaals. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വരുന്നത് അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാൻഡർവാൾസ് ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ്. ആൻഡ് ദ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഓൾ ദിസ് inert gas crystals are cubic
closed packed or FCC, except for He3+ and He4+ ഹീലിയം 3ക്കും ഹീലിയം 4നും അല്ലാത്തതിനൊക്കെ നമുക്ക് FCC ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഡിസ്റ്റോർഷൻ നടക്കുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇൻട്രാക്ഷൻ ഈസ് നോൺ ആസ് വാൻഡർവാൾസ്-ലണ്ടൻ ഇൻട്രാക്ഷൻ. ഓക്കെ, now we can come to the Vanderwaals-London interaction. Consider നമ്മൾ 2 ഐഡൻറ്റിക്കൽ ഇനേർട്ട് ഗ്യാസ് ആറ്റംസ് ഒരു സെപ്പറേഷൻ R എന്ന് പറയുന്ന സെപ്പറേഷനിൽ അസ്യൂം ചെയ്യുകയാണ്. അതായത് അതിൻ്റെ ഫ്രം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ ഫ്രം ദി പ്ലസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ നെക്സ്റ്റ് പ്ലസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. This separation is very large in comparison with the radii of the atom. Suppose we have 2 inert gas atoms are situated at this distance r, and the distance is very much greater than the radius of the atom. So the interaction between atoms would be zero because the electrostatic potential of a spherical distribution of electric charge is cancelled outside a neutral atom by the electrostatic potential of the charge on the nucleus. ഒരു സ്ഫെറിക്കലി സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. Therefore inert gas atoms could show no cohesion and could not condense. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് ഗ്യാസ് ആറ്റത്തിന് ഈ കണ്ടൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കൊഹിഷനുള്ള ചാൻസോ കുറവായിരിക്കും. ബട്ട് ദ ആറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് സ്ഫെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടൻസേഷനുള്ള ചാൻസ് കുറവാണ്, കൊഹിഷനുള്ള ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഡൈപോളിനെ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? രണ്ട് ആറ്റത്തിനും എന്തുണ്ടായിരിക്കും? ചെറിയൊരു ഡൈപോൾ ഉണ്ടെങ്കിൽ ബട്ട് ദ ആറ്റംസ് ഇൻഡ്യൂസ് ഡൈപോൾ മൊമെൻറ്റ്സ് ഈച്ച് അതർ ആൻഡ് ദ induced moments cause an attractive interaction between the atoms. സോ അങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ അവിടെ നടക്കുന്നത്. അതായത് ആറ്റംസ് ഡൈപോൾ മൊമെൻറ്റ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഈ ഇൻഡ്യൂസ്ഡ് മൊമെൻറ്റ്സ് ആണ് ഒരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഫോം ചെയ്യുന്നത്. രണ്ട് ഇനേർട്ട് ഗ്യാസ് ആറ്റംസിൻ്റെ ഇടയ്ക്കാണ്. അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ വളരെ വീക്ക് സ്ട്രെങ്ത് ആണ്, എങ്കിലും നമുക്ക് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മോഡലാണ് ഈ വാൻഡർവാൾസ്-ലണ്ടൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസ് എടുക്കുന്നു. കൺസിഡർ ടു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ദിസ് harmonic oscillations, then 1 and 2 separated by r distance. Each oscillator bears charges plus or minus e with the separations x1 and x2. രണ്ട് ഓസിലേറ്റേഴ്സ് ആണ്, പ്ലസ് ചാർജും മൈനസ് ചാർജും തമ്മിൽ. ഫസ്റ്റ് വൺ കേസിൽ x1 ഡിസ്റ്റൻസ് ഉണ്ട്, x2 ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. x1 ആൻഡ് x2 ഡിസ്റ്റൻസസിൽ ഹിയർ ദിസ് x2 ഡിസ്റ്റൻസ് ഹിയർ, then here x1 ഡിസ്റ്റൻസ്. ദെൻ ഇതിൽ ഈ ഒരു ഡിസ്റ്റൻസ് r എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലസ് ചാർജ് മുതൽ അടുത്ത പ്ലസ് ചാർജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ the particle oscillates along the x-axis. P1 and P2 denote the momentum and C be the force constant. CP is the force constant. Then Hamiltonian is രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ P1² that is the potential energy, then the kinetic energy, and half Cx² is the potential energy first one. Similarly for the second one it is P2²/2m plus half Cx2² half Cx2². Okay, then അവിടെ നിങ്ങൾക്കറിയാം സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് m⍵0² ആണ്. ഈച്ച് അൺകപ്പിൾഡ് ഓസിലേറ്റർ ഈസ് അസ്യൂംഡ് ടു ഹാവ് ദ ഫ്രീക്വൻസി ω0 ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ ലൈൻ ഓഫ് ദി ആറ്റം. ഇതിൻ്റെ ഫ്രീക്വൻസി പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ ലൈനിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഫ്രീക്വൻസിയാണ് പറയുന്നത്. ദെൻ let H1 be the Coulomb interaction energy between the two oscillators. Coulomb interaction energy നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഒരു മൈനസ് ചാർജ്, തന്നെ ഒരു പ്ലസ് ചാർജ് മൈനസ് ചാർജ്. അപ്പോൾ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് തമ്മിൽ ഒരു റിപ്പൽഷൻ വരും. അതുപോലെ മൈനസ് ഒരു റിപ്പൽഷൻ, പ്ലസും മൈനസും തമ്മിൽ അട്രാക്ഷൻ, അതുപോലെ അടുത്തതിൻ്റെ പ്ലസും മൈനസും തമ്മിൽ അട്രാക്ഷൻ. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആദ്യത്തെ ഡിസ്റ്റൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്ലസും തമ്മിൽ ഡിസ്റ്റൻസ് ആറാണ്. അത് തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സാണ്. ഈ മൈനസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ
ആർ പ്ലസ് x1 ആണ് നമുക്കുള്ളത്. ആർ പ്ലസ് x1 ആണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സോ ഇവിടെ നമുക്ക് ദിസ് വൺ ആറും ദിസ് വൺ x1 വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. സോ ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഡിസ്റ്റൻസ് ആർ പ്ലസ് x1 മൈനസ് ഈ x2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വരും. ആർ പ്ലസ് x1 മൈനസ് x2. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലസും ഈ മൈനസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? ആർ പ്ലസ് x1 ഉണ്ടായിരിക്കും. അതുപോലെ ഈ മൈനസും ഈ പ്ലസും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ആറാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? x2 മൈനസ് ചെയ്യണം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഡിസ്റ്റൻസും നമുക്ക് കാണാൻ പറ്റും. സോ ഡിസ്റ്റൻസ് ഇത് ഹാമിൽട്ടോണിയൻ വരുന്നത് കുളം ഇൻട്രാക്ഷനെ കൊണ്ടുള്ളതാണ്. e²/r പ്ലസ് e²/r പ്ലസ് x1 മൈനസ് x2. ഇത് രണ്ടും റിപ്പൽസീവ് ആണ്. ദെൻ അട്രാക്ഷൻ വരുന്നത് -e²/r പ്ലസ് x1 ദെൻ മൈനസ് e²/r മൈനസ് x2. ദിസ് ഈസ് ദ Hamiltonian. That is Hamiltonian of the system in terms of the CGS unit. ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു വലിയ എക്സ്പ്രഷനെ നമ്മൾ x1 x2 ഫാർ ലെസ് ദാൻ r എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു എസംഷനിൽ നമുക്ക് ഇതിൻ്റെ LCM കണ്ടിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് എത്തും. -2e² x1 x2 /r³ ആയിരിക്കും ഒരു ഹാമിൽട്ടോണിയൻ്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുന്നത് അണ്ടർ ദ കണ്ടീഷൻ x1 x2 ഫാർ ലെസ് ദാൻ r. ഇനി നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നോർമൽ മോഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് XAയും XS എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ മോഡിൻ്റെ ഫോംസിൽ XAൻ്റെയും XSൻ്റെയും ടേംസിൽ എഴുതുന്നു. സോ ദാറ്റ് XS x1 x2 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ XA x1 1/√2 x1 മൈനസ് x2 ആണ്. ഫ്രം ദിസ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് XS പ്ലസ് XA/√2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 XS മൈനസ് XA എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ എസും എയും ഒന്ന് സിമെട്രി ഫംഗ്ഷനും മോഡ് ഓഫ് മോഷനാണ്. സെക്കൻഡ് വൺ ആൻറ്റി സിമെട്രിക് ആണ്. അതുകൊണ്ടാണ് XA എന്ന് എഴുതിയിട്ടുള്ളത്. സോ PSPA അതിൻ്റെ മൊമെൻറ്റത്തിന് ഇതുപോലെ നമുക്ക് നോർമൽ മോഡിൻ്റെ ഫോംസിൽ എഴുതി കഴിഞ്ഞാൽ P1 ഈസ് ഈക്വൽ ടു 1/√2 PS പ്ലസ് PA, P2 ഈസ് ഈക്വൽ ടു 1/√2 PS മൈനസ് PA എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇത് അതിൻ്റെ ഇൻട്രാക്ഷനെ കൊണ്ടുള്ള എനർജിയാണ്. സോ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് സം ചെയ്യാൻ പറ്റും. അപ്പോൾ സം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2m P1² is there, CX1² is there, P2² CX2² then the new term -2e² x1 x2 /r³. നമ്മൾ P1നെ PS പ്ലസ് PA ഹോൾ സ്ക്വയർ എഴുതി. ദെൻ you can write then here P2² കൂടി നമ്മളിവിടെ ക്ലബ് ചെയ്തു. P2² നമ്മളിവിടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. സോ P2² ഈസ് PS മൈനസ് PA², അതിനെ ഒന്നിച്ച് എഴുതി. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത് സീൻ്റെ ടേംസ് ഹാഫ് സി രണ്ടിലും x1² ഇവിടെ ഉണ്ട്, x2² ഉണ്ട്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/√2 ഹോൾ സ്ക്വയർ XS പ്ലസ് XA ഹോൾ സ്ക്വയർ പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ XS മൈനസ് XA ഹോൾ സ്ക്വയർ എടുത്തു. ദെൻ ദ ലാസ്റ്റ് ടൈം -2e²/r³ 1/√2 ഇൻറ്റു x1നെ x2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഹോൾ /r³ എന്ന് പറയുന്ന ടേം ഉണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും PS പ്ലസ് PA ഹോൾ സ്ക്വയർ ഉണ്ട്, PS മൈനസ് PS² is there, PA² is there. ഇവിടെ അതുപോലെ സെക്കൻഡ് ടേമിലും PS² ഉണ്ട്, PA² ഉണ്ട്. ഫസ്റ്റ് ടേമിൽ 2PSPA ആണ്, സെക്കൻഡ് ടേമിൽ -2S2PA ആണ്. രണ്ടിനും PA² അപ്പോൾ 2 ടൈംസ് PA² വരും, 2 ടൈംസ് PA² വരും. PSPA എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്ത് വരും. സിമിലർലി C വരുന്ന ടേംസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2XS² വരും, 2XA² വരും. 2XS XA എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്ത് പോകും. സോ ദെൻ ലാസ്റ്റ് ടേമിൽ -2e²/r³ ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2 1/2 XS പ്ലസ് XA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു XS മൈനസ് XA എന്ന് പറയുമ്പോൾ XS² മൈനസ് XA². അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമിൽ എഴുതിയതാണ് 1/2m PS². ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 1/2m PA² ഈസ് ദ ഹാഫ് C വരുന്ന ടേംസ്
നമുക്ക് ഈ x² വരുന്ന 2 ടേം ഉണ്ട്. സീൻ്റെ കൂടെയും വരുന്നുണ്ട് x², അതുപോലെ e² കൂടെ വരുന്നുണ്ട്. നമ്മൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് x² ടേംസ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു x² ഇൻറ്റു ആദ്യത്തെ ടേമിൽ ബാക്കി വരുന്നത് c ആണ്. സെക്കൻഡ് ടേമിൽ ബാക്കി വരുന്നത് -2e²/r³ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. അതുപോലെ a² വരുന്ന ടേം നോക്കിക്കഴിഞ്ഞാൽ 1/2 ഉണ്ട്, xa² ഉണ്ട്. ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് c ബാക്കി വരും, സെക്കൻഡ് ടേമിൽ നിന്ന് 2e² +2e²/r³ എന്ന് പറയുന്ന ടേം, മൈനസ് ഓഫ് മൈനസ് ആയിട്ട് +2e²/r³ xa² എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ ഹാമിൽട്ടോണിയൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ പുതിയ ഡിസ്ട്രിബ്യൂഷനിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് 2 ഫ്രീക്വൻസീസ് ഓഫ് ദി കപ്പിൾഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു ഒമേഗ, ഇവിടെ വരുന്ന ഈ പാർട്ട് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കാറുള്ളത്, c/m ആണ് നമുക്ക് എപ്പോഴും. ഹാഫ് ഇൻറ്റു x² കൂടെ വരുന്ന ടേമിന് നമ്മൾ c കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും, ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. c/m ആണ് നമുക്ക് യൂഷ്വലി നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ സിക്ക് പകരം എന്തായിട്ടുണ്ട്, സി ഒരു കേസിൽ പ്ലസ് ആയിട്ടുണ്ട്, മൈനസ് മറ്റേ കേസിൽ മൈനസ്. സോ ഒമേഗ = c ± 2e²/r³ ഓൾ ഡിവൈഡഡ് ബൈ m റൈസ് ടു ½ എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ഒമേഗ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഒമേഗ സി നമ്മൾ c/m പുറത്തെടുത്ത് കഴിഞ്ഞാൽ c/m ഓൾ റൈസ് ടു ½ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ω0 എന്ന് കൊടുക്കാം. ഇൻസൈഡ് ബ്രാക്കറ്റ് ഫസ്റ്റ് ടേമിൽ 1 + രണ്ടാമത്തെ ടേം എന്തായിട്ട് വരും, ½ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തു. ടേം എന്തായിട്ട് വരും, 1 ± 2e²/r³ റൈസ് ടു ½ ആണ്. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 + 1/2 ഇൻറ്റു 2e²/r³ ഇൻറ്റു ഇവിടെ ഹോൾ സി ഔട്ട്സൈഡ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/8 വരും. 1/8